സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷെഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളൊന്നും കാണുന്നില്ല. അതൊരു വാസ്തവമാണ്. ലൈക്ക് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലായിട്ടായിരിക്കും. ഓക്കെ, ഞാനത് വിട്ടു. ഇന്ന് 8ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെ എടുത്ത 7 ക്ലാസ്സും ഒരൊറ്റ പ്ലേലിസ്റ്റ് ആണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. സെറ്റാണേ? അപ്പോൾ ലൈക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ അവസാനം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നിങ്ങളെ ആൻസർ ഒക്കെ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര പേര് ഇത് കാണുന്നുണ്ട് എന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഗിയോനി വന്യജീവി സങ്കേതം ആദ്യത്തെ പോയിന്റ് ആണ്. ഗിയോനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗിയോനി വന്യജീവി സങ്കേതം എവിടെയാണ്? മധ്യപ്രദേശ്. ഒരുപാട് വന്യജീവി സങ്കേതങ്ങളുള്ള സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. അവിടെ പുതുതായിട്ട് നമ്മൾ പഠിക്കുകയാണ് ഗിയോനി വന്യജീവി സങ്കേതം. ഗിയോനി വന്യജീവി സങ്കേതം മധ്യപ്രദേശ്. രാമയപട്ടണം തുറമുഖം. രാമയപട്ടണം തുറമുഖം നിലവിൽ വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ്. രാമയപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശ്. ഗിയോനി വന്യജീവി സങ്കേതം മധ്യപ്രദേശ്. അടുത്ത പോയിന്റ് പറയട്ടെ. അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും 1% സംവരണം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ്. ശ്രദ്ധിക്കണേ മക്കളെ, അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 1% സംവരണം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഇന്ത്യ മാലദ്വീപ് സംയുക്ത സൈനികാഭ്യാസം. നമ്മുടെ തൊട്ടടുത്ത് സമുദ്രത്തിലുള്ള ഒരു അയൽ രാജ്യമല്ലേ മാലദ്വീപ്. അവരുമായി നമ്മളുടെ ഒരു സൈനികാഭ്യാസം നടന്നോ? അത് നടന്നത് 2025 തിരുവനന്തപുരത്ത്, അതിന്റെ സമീപത്താണ്. അപ്പൊ ആലോചിക്കേണ്ടത്, തിരുവനന്തപുരമായിരുന്നു വേദിയെന്നും ഇന്ത്യയും മാലദ്വീപും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഏക്കുവേരിൻ. എന്താണ് ഏക്കുവേരിൻ? ഏക്കുവേരിൻ. തിരുവനന്തപുരം, മാലദ്വീപ്, ഏക്കുവേരിൻ. വേര്, വേരൊക്കെ അല്ലേ. അപ്പൊ ഏക്കുവേരിൻ. ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, മലയാളത്തിൽ ആകുമ്പോൾ ഏക്കുവേരിൻ എന്ന് വായിക്കാം. 2025 ഏക്കുവേരിൻ, മാലദ്വീപ്, ഇന്ത്യ അല്ലെ ജോയിൻ. ഈ പറയുന്ന എക്സസൈസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, അതിന്റെ വേദി ട്രിവാൻഡ്രം. കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ളതും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൗചാലയം കണ്ടെത്തുന്നതിനായി സർക്കാർ പുറത്തിറക്കിയ ഒരു ആപ്പ് ഉണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഈ ആപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണേ. കാരണം പൊതുവേ നമ്മുടെ സ്റ്റേറ്റ് ഇങ്ങനത്തെ ആപ്പുകളൊക്കെ ഇറക്കുമ്പോൾ അത് പൊതുവേ അതിന്റെ കാര്യം കട്ടപ്പുകയാണ്. അപ്പൊ നല്ലൊരു കാര്യമാണ്. നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പെൺകുട്ടികൾക്ക് അല്ലെ. ഇപ്പൊ കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ള സുരക്ഷിതമായ ഒരു ശൗചാലയം. ഒരു ക്ലൂ തരാം അല്ലെ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പൊ ക്ലൂ ക്ലൂ ക്ലൂ, നല്ലൊരു പേരല്ലേ ക്ലൂ. ഇനി നിങ്ങൾ ആലോചിക്കാൻ പോകുന്ന സമയത്ത് ചേട്ടായി അല്ലെങ്കിൽ വൈഫൈ എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് അടുത്തൊരു ക്ലൂ ആപ്പ് എടുത്ത് നോക്കട്ടെ. ഞാൻ ക്ലൂ നോക്കട്ടെ, എവിടെയാണല്ലോ, അടുത്തുണ്ടോ? ക്ലൂ ഉണ്ട് കേട്ടാ. യെസ്, വാജ്പേയിയുടെ. നോക്കൂ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ വാജ്പേയി സാറിന്റെ 101ാം ജന്മദിനം എന്ന് വെച്ചാൽ 1924 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച ഡേറ്റ് വന്നേക്കാരം ഡിസംബർ 25, ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഉത്തർപ്രദേശില് വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് 101ാമത്തെ 1924 ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. 1924 ജനിച്ചത്. ഡിസംബർ മാസം 25-ാം തീയതി. ഡിസംബർ മാസം 25-ാം തീയതി. അപ്പൊ 101ാമത്തെ ജന്മദിന അല്ലെങ്കിൽ അതിന്റെ വാർഷികം. അപ്പൊ ജന്മശതാബ്ദിയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദിജി ഒരു വലിയ ഒരു സെറ്റപ്പ് അവിടെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശില് ഒരു വലിയൊരു ഏരിയ, ഏക്കർ കണക്കിന് ഭൂമി എടുത്ത് അവിടെ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട 3 പ്രതിമകളുണ്ട്. നോക്കൂ, നരേന്ദ്രമോദിജി വാജ്പേയിയുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്ര പ്രേരണാസ്ഥൽ, അതിന്റെ പേര് ശ്രദ്ധിക്കണം, രാഷ്ട്ര പ്രേരണാസ്ഥൽ, രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലെ അത്തരത്തിലുള്ള ദേശീയ നേതാക്കന്മാർ, പ്രേരിപ്പിച്ച ആളുകൾ എന്നൊക്കെ ചിന്തിക്കുക. അത്തരത്തിൽ 3 നേതാക്കന്മാർ, 3 പ്രധാനപ്പെട്ട ബിജെപിയുടെ നേതാക്കന്മാരാണ്. ഒന്ന് ബിജെപിയുടെ നമ്മളിപ്പം പറഞ്ഞ വാജ്പേയി, മറ്റൊന്ന് ദീൻ ദയാൽ ഉപാധ്യായ, പേര് പഠിച്ചു വെക്കണേ, ദീൻ ദയാൽ ഉപാധ്യായ. മറ്റൊന്ന് ശ്യാമപ്രസാദ് മുഖർജി അല്ലെ, ജനസംഘത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നെഹ്റുവിന്റെ ആദ്യ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി. ഒരു ചോദിക്കട്ടെ ഞാൻ, ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എവിടെയാണ്? നമ്മളിപ്പോ ഒരു തുറമുഖത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ രാമയപട്ടണം, അത് വിശാഖപട്ടണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എവിടെയാണ്? വിശാഖപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശിലാണ്, രാമയപട്ടണം ആന്ധ്രാപ്രദേശിലാണ്. ശ്യാം പ്രസാദ് മുഖർജി തുറമുഖം എവിടെയാണ്? നിങ്ങൾ കമന്റ് ചെയ്തേ. ഞാൻ ചുമ്മാ പേര് കണ്ടപ്പോൾ ചോദിച്ചാണ്. അപ്പൊ ശ്യാമപ്രസാദ് മുഖർജി, അതുപോലെ തന്നെ ദീൻ ദയാൽ ഉപാധ്യായ, അതുപോലെ തന്നെ AB വാജ്പേയി.
പേര് കിട്ടിയോ? ഈ 3 പേരുടെ പ്രതിമ എന്റെ പിറകിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മോദിജിയും യോഗിജിയും അല്ലെ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ട്, നമ്മൾ തന്നെ നരേന്ദ്രമോദിജി ഉണ്ട്. ഈ പറയുന്ന പ്രതിമകളുണ്ട്. ആലോചിച്ച് വെക്കുക, 65 അടി ഉയരമുള്ള വെങ്കല പ്രതിമകളെ ഈ ഒരു സെറ്റപ്പിനകത്ത് രാഷ്ട്ര പ്രേരണ സ്ഥൽ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി സംരംഭം അതിനകത്തുണ്ട്. അപ്പൊ ആലോചിച്ച് വെക്കുക, ഇത് എവിടെയാണ്? ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവില് ഗോമതി നദിയുടെ തീരത്താണ് ഈ ഒരു സെറ്റപ്പ് നമ്മുടെ ഉത്തർപ്രദേശിൽ മോദിജി ഉദ്ഘാടനം ചെയ്തത്. കേട്ടല്ലോ. ശ്യാം പ്രസാദ് മുഖർജി തുറമുഖം കൊൽക്കത്തയിലാണ് കേട്ടോ. ഇനി കമന്റ് ചെയ്യാത്ത ചിലരുണ്ടാവും, ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, സാറ് പറഞ്ഞാൽ സുഖമായിരുന്നു, ഈ ഗൂഗിളിലൊന്നും തിരയാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. ശ്യാം പ്രസാദ് മുഖർജി തുറമുഖം നമ്മുടെ കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത് ബാംഗ്ലൂർ. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വിമാനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? നമ്മ ബംഗളൂരു അല്ലെ, ബാംഗ്ലൂർ വിമാനത്താവളമാണ്. നോക്കൂ, ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വിമാനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ബാംഗ്ലൂർ. മറ്റൊരു എയർപോർട്ടിനെ കുറിച്ച് പഠിക്കുകയാണ്. 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീം എയർപോർട്ട്, നാച്ചർ തീം എയർപോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ. നോക്കൂ, എന്റെ പിറകിൽ നിങ്ങൾ പിക്ചർ കാണാം. ഒരു വൃക്ഷത്തിന്റെ രൂപത്തിലൊക്കെ അതിന്റെ ഇന്റീരിയൽ ഉള്ളിലുള്ള ഡിസൈൻ ഒക്കെ കണ്ട നിങ്ങൾ. അതുപോലെ തന്നെ പുറത്താണെങ്കിലും ആ പേരൊക്കെ എഴുതിയത് ലോക്പ്രിയ ഗോപിനാഥ് ബർദലോയ് വിമാനത്താവളം. നോക്കൂ, ആസാമിലെ വിമാനത്താവളമാണ്. ഇതെവിടെയാണ്? ഗുവാഹത്തിയിലാണ് അല്ലെ. ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് ഇന്റർനാഷണൽ എയർപോർട്ട് പഠിച്ചു വെച്ചേക്കണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളം. നമുക്ക് വാട്ടർ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനം അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ അളവ് വെള്ളം പ്രകൃതിയിലേക്ക് തിരികെ നൽകുകയോ സംഭരിക്കുകയോ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ വാട്ടർ പോസിറ്റീവ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു എയർപോർട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് എന്നൊരു പദവി കൈവരിച്ച എയർപോർട്ടാണ് ഇത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. സെറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മക്കളെ, ഗോരഖ്പൂറാണ്, യുപിയിലാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണ്? ഗോരഖ്പൂറാണ്. ഗോരഖ്പൂർ. തെറ്റിക്കരുത്. ഇന്ത്യയിലെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ, ഒന്ന് കമന്റ് ചെയ്തേ. PYQ ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് അക്കാദമി. ഇത് ഫോറസ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഗോരഖ്പൂർ ആണ്, ഉത്തർപ്രദേശിലാണ്. ഗരയല്ല കേട്ടോ, ഗോരഖ്പൂർ എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാളാണ്. ഇത് ഗോരഖ്പൂർ. ലോക മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. എല്ലാവർക്കും അറിയാം, സ്ഥിരം ചോദിക്കുന്നതാണ്, PYQ നോക്കുന്നവർക്കൊക്കെ അറിയാം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. നമ്മൾ പറഞ്ഞിരുന്നു എയ്ഡ്സ് ദിനം ഡിസംബർ 1 ആണ് അല്ലെ. നേവി നാവികസേന ദിനം ഡിസംബർ 4 ആണെന്ന് പറഞ്ഞിരുന്നു. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മണ്ണ് ദിനം 2025 പ്രമേയം ചോദിച്ചാൽ ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ്. കൃത്യമായി പഠിക്കണം. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ്. ഇനി നോക്കൂ, 5 ദിവസം കഴിഞ്ഞു. ഡിസംബർ മാസം 10-ാം തീയതിയാണ് ലോക മനുഷ്യാവകാശ ദിനം. ഇമ്പോർട്ടന്റ് ഡേ അല്ലേ ലോക മനുഷ്യാവകാശ ദിനം. എന്തായിരുന്നു 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം? മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറിഡേ എസെൻഷ്യൽ എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ ദൈനംദിന ആവശ്യകതകളിന് പകരം വേറെ എന്തെങ്കിലും വാക്കുകൾ ചില PDF-ലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ അതിന് ഇംഗ്ലീഷ് മനസ്സിലാക്കി വെക്കുക. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറിഡേ എസെൻഷ്യൽ. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ. ഇതാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രമേയം. 2025 ദുരന്ത നിവാരണത്തെ കുറിച്ചുള്ള നോക്കൂ, ഒരു ലോക ഉച്ചകോടി നടന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂണിലാണ്. 2025 ദുരന്ത നിവാരണത്തെ കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്ന ഡെറാഡൂൺ. മക്കളെ, രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കിഴങ്ങ് വർഗം എന്ന ബഹുമതി സ്വന്തമാക്കിയ മരച്ചീനിയാണ് മന്ന. നോക്കൂ, മരച്ചീനിയാണ്. ആ മരച്ചീനിയുടെ പ്രത്യേകത, രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഇനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കിഴങ്ങ് വർഗം എന്ന ബഹുമതി സ്വന്തമാക്കിയത് ഏത് മരച്ചീനിയാണ്? മന്ന. ഇത് മന്ന കൃഷി ചെയ്തത് ഇപ്പോ കോഴിക്കോട് തിരുവമ്പാടി പ്രദേശത്തുള്ള ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ പേര് ജോൺസൺ മാത്യു എന്നാണ്. അതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ആ പത്രത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. സാമ്പത്തിക കാരണങ്ങളാൽ പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിശീലനം നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അതുപോലെ തന്നെ 2-3 IIT-കളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ആപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ആപ്പ് ചോദിച്ചാൽ സാത്തി.
ഏതാണ്? സാത്തി. സാത്തി ആപ്പ് പഠിക്കുക. PSC പഠിക്കാൻ നിങ്ങൾക്ക് ഇത് ഇല്ല കേട്ടോ. ഇനി എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പൈസ ഇല്ലാത്തവർക്കല്ലേ മക്കളെ നല്ല കിടുക്കാച്ച് കറണ്ട് അഫയേഴ്സ് ക്ലാസ്. ഞാൻ എന്നെ തന്നെ പൊക്കാതെ വിചാരിക്കേണ്ട. നിങ്ങൾ വ്യൂസ് ഇല്ല, കാണുന്നില്ല, കമന്റ് ഇല്ല, തീർച്ചയായിട്ടും ലൈക്ക് ഇല്ല, ഇത് 150 എത്തില്ല. മനസ്സിലായി? ഒരു 10% പോലും ആയില്ല, 15 ക്ലാസ് പോലും ആയില്ല. പക്ഷെ എന്റെ ആവേശം കുറയും. എന്തുകൊണ്ടാണ്? നിങ്ങൾ വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും. ഇതൊരു സത്യം പറയാണ്. ക്ലാസ്സിനിടയിൽ സാധാരണ ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. സാമ്പത്തിക കാരണങ്ങളാൽ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിശീലനം നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആപ്പ് സാത്തി. ഇന്ത്യയും മലേഷ്യയും സംയുക്ത സൈനികാഭ്യാസമായ ഹരിമൗ ശക്തി. 2 വർഷം മുമ്പൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും ഉദരശക്തി. ഉദരശക്തി എന്നൊരു സംയുക്ത സൈനികാഭ്യാസം ഉണ്ടായിരുന്നു. അതും ഈ പറയുന്ന മലേഷ്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, മലേഷ്യയും ഇന്ത്യയും എന്നാണ്. മലേഷ്യ, മറ്റേത് മാലിദ്വീപ്. ഏതാണ്? ഹരിമൗ ശക്തി മലേഷ്യ. ഹരിമൗ ശക്തി മലേഷ്യ. അപ്പൊ ആ ഒരു സൈനികാഭ്യാസത്തിന്റെ വേദി രാജസ്ഥാനായിരുന്നു. മറ്റേത് മാലിദ്വീപ് തിരുവനന്തപുരമാണേ. മാറാതെ പഠിക്കണേ. 2025 ഡിസംബറിൽ ഗോത്രവർഗ സംസ്കാരം, ഭക്ഷണം, കായികം എന്നിവയെ കോർത്തിണക്കിക്കൊണ്ട് പെസാ മഹോത്സവം ആഘോഷിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. 2025 ഡിസംബറിൽ ഗോത്രവർഗ സംസ്കാരം, ഭക്ഷണം, കായികം എന്നിവയെ കോർത്തിണക്കിക്കൊണ്ട് പെസാ മഹോത്സവം ആഘോഷിച്ചത് വിശാഖപട്ടണമാണ്. 2025 ഡിസംബറിൽ റാംസർ സൈറ്റ് പദവി ലഭിച്ച രാജസ്ഥാനിലെ തടാകത്തിന്റെ പേരാണ് സിലിസേർ തടാകം. നന്നായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2025 ഡിസംബറിൽ റാംസർ സൈറ്റ് പദവി ലഭിച്ച രാജസ്ഥാനിലെ തടാകമാണ് സിലിസേർ തടാകം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാരണാസി, നമ്മുടെ മോദിയുടെ മണ്ഡലം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് വാരണാസി. സംസ്ഥാനത്തുടനീളമുള്ള സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ തകർക്കുന്നതിനായി ഗുജറാത്ത് പോലീസ് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളുമായി അല്ലെങ്കിൽ സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ നശിപ്പിക്കുക, അതിനുവേണ്ടി ഗുജറാത്ത് പോലീസിന്റെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട്. ഛത്തീസ്ഗഡിലെ ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് കൊപ്ര റിസർവോയർ. നല്ല വെറൈറ്റി പേരല്ലേ, സിലിസേർ. നമ്മൾ തൊട്ടുമുമ്പിൽ പഠിച്ചില്ലേ സിലിസേർ, അതെവിടെയാണ്? രാജസ്ഥാനിലാണ് സിലിസേർ തടാകം. അവിടുത്തെ ഒരുപാട് റാംസർ സൈറ്റ് ഉണ്ട്, അതിലൊന്നാണ് സിലിസേർ. എന്നാൽ ഛത്തീസ്ഗഡിലെ ആദ്യത്തെ റാംസർ സൈറ്റ് ആണ്. ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള ആദ്യത്തെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേരെന്തായെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞൊരു വർഷം മുമ്പ് പഠിച്ചതാ. ആദ്യമായിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം കിട്ടിയ ഒരു എഴുത്തുകാരൻ, ഹിന്ദി സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു, അതുകൊണ്ട് ചോദിച്ചാണ്. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അപ്പൊ ഛത്തീസ്ഗഡിൽ നിന്നും ആദ്യമായിട്ട് റാംസർ സൈറ്റ്. റാംസർ എന്ന് കേൾക്കുമ്പോൾ കൊപ്ര, നമ്മുടെ കൊപ്ര ആലോചിക്കാം. കൊപ്ര, തേങ്ങ ശരിക്കും ചത്തു പോയിട്ട് ഇങ്ങനെ ചൂടത്തിലെ വെയിലത്തിട്ട് ഉണക്കി കൊപ്രയാക്കുന്നു, ചത്തു പോകുന്ന ആലോചിക്കാം. അപ്പൊ ഛത്തീസ്ഗഡ് കൊപ്ര എന്താണ്? റാംസർ സൈറ്റ്. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്, കാരണം ക്ലാസിന്റെ ലെങ്ത് നോക്കുമ്പോൾ നിങ്ങൾ തീരെ കാണുന്നില്ല. നല്ല അടിപൊളി 35 മിനിറ്റ് 40 മിനിറ്റ് ക്ലാസ് നിങ്ങൾ കാണുന്നില്ല. ഒരു ചോദ്യം 1 നമ്പർ ഇടുക. ഭൗമസൂചിക പദവി ലഭിച്ച പൊണ്ടൂരു ഖാദി ഏത് സംസ്ഥാനത്താണ്? നിങ്ങൾ ഓപ്ഷൻ A, B, C, D നോക്കിയിട്ട് കമന്റ് ചെയ്യുക. പോകരുത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് രാജ്യത്തിന്റെ തനത് ഭക്ഷണത്തിനാണ് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത്? നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടാവും. A നമ്മൾ പഠിച്ചാണ്, B, C, D. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.